നമസ്കാരം. ഇന്നത്തെ ഈ പുതിയ അറിവിന്റെ യാത്രയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കുന്ന വിചാർ ക്രാന്തി മഷാൽ, അതായത് ചിന്താവിപ്ലവത്തിന്റെ ദീപശിഖ പോലെ ശോഭിക്കുന്ന ഒരു ഗഹനമായ വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. യുഗ ഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി രചിച്ച 1970 മെയ് മാസത്തിലെ അഖണ്ഡ ജ്യോതി മാസികയുടെ സംഗ്രഹമാണിത്. ആധുനിക മനുഷ്യന്റെ പല പ്രശ്നങ്ങൾക്കും ആത്മീയതയിലും ശാസ്ത്രത്തിലും ഊന്നിയുള്ള അതിശയകരമായ പരിഹാരങ്ങളാണ് ഈ ലക്കത്തിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. സത്യത്തിൽ ഇതൊരു സാധാരണ വായനയല്ല കേട്ടോ, നമ്മുടെ ഉള്ളിലെ ബോധത്തെ ശരിക്കും ഉണർത്തുന്ന ഒരു യാത്രയാണിത്. ശരി, നമുക്കിതിലേക്ക് കടക്കാം. അടുക്കി വച്ചിരിക്കുന്ന ആത്മീയ ഗ്രന്ഥങ്ങൾ പോലെ പ്രധാനമായും 6 കാര്യങ്ങളാണ് നാം ഇന്ന് നോക്കുന്നത്. 1. അർത്ഥവും ആന്തരിക ശക്തിയും. 2. ശാസ്ത്രവും ആത്മീയ തത്വചിന്തയും. 3. നിഗൂഢതയും പ്രപഞ്ചവും. 4. സംസ്കാരവും പുതിയ യുഗവും. 5. അച്ചടക്കവും ഭക്തിയും. അവസാനമായി 6. നമ്മുടെ മാനുഷിക കടമകൾ. ഈ 6 പടവുകളിലൂടെയാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത്. ഒന്നാമത്തെ വിഭാഗം, അർത്ഥവും ആന്തരിക ശക്തിയും. ഇരുട്ടിനെ അകറ്റുന്ന ഒരു സാത്വിക ദീപം പോലെ നമ്മുടെ മനസ്സ് അത്ഭുതകരമായ ശക്തികളുടെ അനന്തമായ ഒരു ഉറവിടമാണ് എന്നാണ് അഖണ്ഡജ്യോതി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇതിൽ ശരിക്കും കൗതുകം തോന്നുന്നൊരു കാര്യം എന്താണെന്നാൽ, ജീവിതത്തിന്റെ അർത്ഥമെന്ന ആഴമുള്ള വിഷയത്തെ നമ്മുടെ മനഃശാസ്ത്രവുമായി ഗ്രന്ഥകർത്താവ് എത്ര ലളിതമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. നമ്മുടെ മസ്തിഷ്കം വെറുമൊരു അവയവമല്ല, അതൊരു അത്ഭുത ശക്തികളുടെ കേന്ദ്രമാണ്. അതുപോലെ ആത്മവിശ്വാസം, അതിന് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കാൻ കഴിയും. പിന്നെ മറ്റൊരു രസകരമായ കാര്യം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, അതായത് സാത്വികമായ വേഷവിധാനങ്ങൾ നമ്മുടെ മാനസികാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതൊക്കെ 1970 തന്നെ അദ്ദേഹം എത്ര വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും വലിയൊരു തിരിച്ചറിവാണിത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗം, ശാസ്ത്രവും ആത്മീയ തത്വചിന്തയും സംഗമിക്കുന്നു. പുരാതനമായ വേദചിന്തകളും ആധുനിക ശാസ്ത്രവും എങ്ങനെയാണ് പരസ്പരം കൈകോർക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാം. ഇവിടെ ആധുനിക ശാസ്ത്രവും ഭാരതീയ ദർശനങ്ങളും തമ്മിലുള്ള അതിശയകരമായ ഒരു താരതമ്യമാണ് നൽകിയിരിക്കുന്നത്. ഒരു വശത്ത് സൂക്ഷ്മശരീരത്തിന്റെ തന്മാത്രാതലത്തിലുള്ള വിശകലനങ്ങളും ഭാരതീയ ദർശനങ്ങളുടെ ശാസ്ത്രീയ വശങ്ങളും, എന്നാൽ മറുവശത്തോ പ്രകൃതിക്ക് നേരെയുള്ള ചില ശാസ്ത്രീയ കടന്നുകയറ്റങ്ങളെയും വൈദ്യശാസ്ത്രത്തിലെ ക്രൂരതകളെയും ഇത് ചോദ്യം ചെയ്യുന്നു. അതായത്, പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ ഭൗതികശാസ്ത്രവും ആത്മീയതയും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ എപ്പോഴും നിലനിർത്തണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ മൂന്നാമത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്, നിഗൂഢതയും പ്രപഞ്ചവും. നമ്മുടെ അറിവിന്റെ അതിരുകൾക്കപ്പുറത്തുള്ള പ്രപഞ്ച രഹസ്യങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇവിടെ നിങ്ങളോട് നേരിട്ടൊരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കാണുന്ന ഭൗതിക ലോകത്തിനപ്പുറം ശരിക്കും എന്താണുള്ളത്? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിനപ്പുറം അദൃശ്യമായ എന്തൊക്കെ അത്ഭുത ശക്തികളായിരിക്കും ഈ അനന്തമായ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്? ഇതിനെക്കുറിച്ച് വളരെ അതിശയകരമായ ചില വിവരങ്ങൾ ഈ ഭാഗത്തുണ്ട്. ഒരു വ്യക്തിക്ക് സ്വന്തം ശരീരത്തിന് പുറത്ത് സഞ്ചരിക്കാൻ കഴിയുന്ന അനുഭവങ്ങൾ, പല പ്രഗത്ഭരും അദൃശ്യശക്തികളെ കണ്ടിട്ടുള്ള യഥാർത്ഥ സംഭവങ്ങൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വിസ്മയം തോന്നില്ലേ? ഇതിനൊപ്പം 15 കോടി മൈലുകൾ നീളമുള്ളൊരു കൂറ്റൻ വാൽനക്ഷത്രത്തെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. ശാസ്ത്രത്തിനും ആത്മീയതയ്ക്കും ഇടയിലുള്ള അതിർത്തികൾ എത്ര നേർത്തതാണെന്ന് ഇത് കാണിച്ചു തരുന്നു. അടുത്തതിലേക്ക് പോകാം. പ്രപഞ്ച രഹസ്യങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ മനുഷ്യരാശിയിലേക്കും നമ്മുടെ സംസ്കാരത്തിലേക്കും ശ്രദ്ധ തിരിക്കുകയാണ്. അതാണ് 4ാമത്തെ വിഷയം, സംസ്കാരവും പുതിയ യുഗവും. ഒരു പുതിയ യുഗത്തിന്റെ നിർമ്മാണം എങ്ങനെ സാധ്യമാകും എന്ന് നോക്കാം. പ്രധാനമായും 3 ഘട്ടങ്ങൾ. 1. നമ്മുടെ ഉപബോധ മനസ്സിനെ ഉണർത്താൻ കഴിവുള്ള സംഗീതത്തിന്റെ അപാരമായ ശക്തി. 2. സഹിഷ്ണുതയും സമാധാനവും നിറഞ്ഞ ഭാരതീയ സംസ്കാരം എങ്ങനെ വരും കാലങ്ങളിൽ ഒരു വിശ്വസംസ്കാരമായി മാറണം എന്നത്. 3. കൽക്കി അവതാര സങ്കല്പത്തിലൂടെ ഈ ലോകത്ത് നടക്കാൻ പോകുന്ന യുഗനിർമ്മാണ പ്രക്രിയ. ശരിക്കും മനുഷ്യരാശിയെ ശരിയായ ദിശയിലേക്ക് നയിക്കാനുള്ള ശക്തമായ സന്ദേശമാണിത്. ഇനി നമ്മൾ ഈ പഠനത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ളതും ശാന്തവുമായ ആത്മീയ തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 5ാമത്തെ വിഷയം, അച്ചടക്കവും ഭക്തിയും. യഥാർത്ഥ സന്യാസിമാരുടെ കാരുണ്യം എല്ലാവർക്കും ഒരുപോലെയാണ് ലഭിക്കുന്നത്. പക്ഷേ ആ കാരുണ്യം ശരിയായി ഉൾക്കൊള്ളണമെങ്കിൽ നമ്മുടെ സാധനയിൽ കർശനമായ അച്ചടക്കം വേണം. ആ കാഠിന്യത്തെ ഒരു അനുഗ്രഹമായി വേണം നമ്മൾ കാണാൻ. ഇതു ശരിക്കും തുഴയില്ലാതെ ഒരു വലിയ നദി മുറിച്ചു കടന്ന് സിദ്ധിയുടെ വാതിലുകളിൽ എത്തുന്നതുപോലെയാണ്. ആത്മീയതയുടെ പരകോടിയിലെത്താൻ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി നാം നമ്മുടെ അർഹത സ്വയം തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ഹാരേക്കോ ഹരിനാം. അതായത്, പരാജയപ്പെട്ടവർക്ക് ഈശ്വരന്റെ നാമം മാത്രമാണ് ശരണം.
ജീവിതത്തിൽ തോറ്റുപോയി, ഇനി ഒന്നുമില്ല എന്ന് കരുതി നിരാശപ്പെടുന്ന ഏതു മനുഷ്യനും ഇതൊരു വലിയ ആശ്വാസമാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോഴും ഈശ്വരനിലുള്ള അചഞ്ചലമായ ഭക്തിയും ആത്മീയതയും എങ്ങനെ ഒരു വലിയ കരുത്തായി മാറുന്നു എന്നിത് വ്യക്തമാക്കുന്നു. ഇരുട്ടിൽ തെളിയുന്ന ഒരു പ്രത്യാശയുടെ വെളിച്ചം പോലെയാണിത്. 6ാം ഭാഗത്തിലേക്കെത്തുമ്പോൾ നമ്മുടെ ഊർജ്ജവും ലക്ഷ്യബോധവും വീണ്ടും ഉണരുകയാണ്. നമ്മുടെ മാനുഷിക കടമ നിറവേറ്റൽ. നോക്കൂ, ലോകത്തെപ്പോഴും നാശത്തെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും സംസാരിച്ചതു മതി. ഇനി എങ്ങനെ സഹജീവികൾക്ക് ജീവൻ നൽകാം, എങ്ങനെ സ്നേഹം നിറഞ്ഞൊരു ലോകം കെട്ടിപ്പടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പരസ്പരം സംസാരിച്ചും വിദ്വേഷങ്ങൾ മറന്നും നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഓരോ മനുഷ്യനും തന്റെ യഥാർത്ഥ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കണം. ഇതാണ് ഈ അധ്യായങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നതെന്താണെന്നാൽ നിഷ്ഫൽ ബലിദാൻ നഹി ഹോത, അതായത് ലോകത്തിന്റെ നന്മയ്ക്കു വേണ്ടിയുള്ള നമ്മുടെ ഒരു ത്യാഗവും ഒരിക്കലും വെറുതെയാകില്ല. തികച്ചും നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഏതു നിസ്വാർത്ഥ പ്രവൃത്തിയും കാലങ്ങളോളം ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കും. ആ ത്യാഗങ്ങൾ വരും തലമുറകൾക്ക് വലിയ പ്രചോദനമായി മാറും എന്നത് തീർച്ചയാണ്. അങ്ങനെ നമ്മൾ ഈ അറിവിന്റെ യാത്രയുടെ അവസാന ഭാഗത്തേക്കെത്തിയിരിക്കുന്നു. ഇന്നത്തെ ഈ പഠനത്തിന്റെ രത്നച്ചുരുക്കം ഇതാണ്. 1970 മെയ് മാസത്തെ അഖണ്ഡ ജ്യോതി നമ്മോട് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ആന്തരിക ശക്തിയെ ഉണർത്തുകയും ആധുനിക ശാസ്ത്രീയ അറിവുകളെ പുരാതന ആത്മീയ ഭക്തിയുമായി സംയോജിപ്പിക്കുകയും ചെയ്യണമെന്നാണ്. ഒപ്പം കർശനമായ അച്ചടക്കത്തോടെ പ്രവർത്തിച്ചാൽ ഒരു പുതിയ യുഗത്തിന്റെ നിർമ്മാണം എന്ന നമ്മുടെ ഏറ്റവും വലിയ കടമ നിറവേറ്റാൻ മാനവികതയ്ക്ക് തീർച്ചയായും സാധിക്കും. അവസാനമായി നിങ്ങളോട് ഗൗരവമുള്ള ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ ആന്തരിക വെളിച്ചം തിരിച്ചറിഞ്ഞ് ഈ മഹത്തായ ചിന്താവിപ്ലവത്തിന്റെ ദീപശിഖ നിങ്ങളുടെ ജീവിതത്തിലൂടെ വരും തലമുറകളിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് കൈമാറാൻ പോകുന്നത്? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വലിയ ചിന്തയോടുകൂടി ഇന്നത്തെ ഈ വിശദീകരണം നമുക്കിവിടെ അവസാനിപ്പിക്കാം. കണ്ടതിനും കേട്ടതിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും കാണാം.